Hello everyone, welcome to Aneesh Tech Talks. ഈ വീഡിയോയിൽ ഒരു മൾട്ടി ബൂട്ടബിൾ പെൻ ഡ്രൈവ് നമുക്കെങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാം, അതുപോലെ തന്നെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം. അതായത് ഒരു പെൻ ഡ്രൈവിൽ തന്നെ നമുക്ക് വിൻഡോസ്, ലിനക്സ്, യൂണിക്സ് ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് അങ്ങനെ എല്ലാം എങ്ങനെ നമുക്ക് ബൂട്ട് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കുന്നത്. മുമ്പൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് അത്ര ഈസി ആയിരുന്നില്ല, അതായത് കുറച്ച് കൂടുതൽ സ്റ്റെപ്സ് നമുക്ക് ആവശ്യം വേണ്ടിയിരുന്നു. പക്ഷേ ഈ ഒരു വെൻറ്റോയ് എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയർ ഈ അടുത്ത് റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മാസങ്ങളായി. അതിൽ ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ പെൻ ഡ്രൈവ് നമുക്ക് സാധാരണ പോലെ യൂസ് ചെയ്യാം. എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. നമുക്ക് മാക്കിൽ യൂസ് ചെയ്യാം, ലിനക്സിൽ യൂസ് ചെയ്യാം, വിൻഡോസിലും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ആ ഒരു പെൻ ഡ്രൈവിൽ തന്നെ നമുക്ക് UEFI സപ്പോർട്ട് ചെയ്യും. നമുക്ക് MBR മോഡിലും ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. അതുപോലെ വേറൊരു ട്രിക്കും കൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ പെൻ ഡ്രൈവിൽ അല്ല ISO ഫയലെങ്കിൽ, അതായത് നമ്മുടെ ഇമേജ് ഫയൽ, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഇമേജ് ഫയൽ നമ്മുടെ പെൻ ഡ്രൈവിൽ അല്ലെങ്കിൽ കൂടി അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നതും കൂടി ഞാൻ വീഡിയോയുടെ അവസാനം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കുകളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ആ ഒറ്റ ക്ലിക്കിൽ തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് അതിൻ്റെ വെബ്സൈറ്റിലേക്ക് പോകാം. നമുക്ക് സെർച്ച് ചെയ്യാം. ജസ്റ്റ് ഏതെങ്കിലും ഒരു സൈറ്റിൽ വെൻറ്റോയ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അതിപ്പോൾ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെബിൽ സെർച്ച് ചെയ്ത് നോക്കാം. അവരുടെ വെബ്സൈറ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അവരുടെ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതുപോലെ ഏതൊക്കെ ISO ഫയൽ നമുക്ക് ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് എവിടെ വെബ്സൈറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അതുപോലെ ഇത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഇപ്പോൾ ലേറ്റസ്റ്റ് വേർഷൻ ഡൗൺലോഡ് ചെയ്ത് നോക്കുക. കാരണം ഏതെങ്കിലും ISO ഫയൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം റിക്കവർ ചെയ്തിട്ട്, അതായത് അതിനെല്ലാം പാച്ച് ക്രിയേറ്റ് ചെയ്തിട്ടും അതുപോലെ പുതിയ ഫീച്ചേഴ്സും ആഡ് ചെയ്തിട്ടാണ് അവർ ഓരോ വേർഷൻസും ഇറക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇത് എന്തൊക്കെ സപ്പോർട്ട് ചെയ്യും എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതാണ് ഇവരുടെ ബൂട്ട് സ്ക്രീൻ വരിക നമ്മൾ ബൂട്ട് ചെയ്യുന്ന സമയത്ത്. ഇത് നമുക്ക് നിങ്ങളുടെ പേര് മാറ്റി മറ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിത് ഡൗൺലോഡ് ചെയ്യാം. ഈ സൈറ്റിൽ ഇവിടെ ഡൗൺലോഡ്സിൽ പോവാം. ഇവിടെ വെൻറ്റോയ് എന്ന് പറഞ്ഞാൽ വിൻഡോസ്, ഇപ്പോൾ നിങ്ങൾ വിൻഡോസിലാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ, ലിനക്സിലാണെന്നുണ്ടെങ്കിൽ അവിടെ ലിനക്സിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ അവരുടെ വെബ്സൈറ്റിൽ ഡയറക്റ്റ് അല്ല ഡൗൺലോഡ് ലിങ്ക് ഇട്ടേക്കുന്നത്, ഗിറ്റ്ഹബിൽ അവരുടെ അക്കൗണ്ടിലാണ് ഇവരുടെ ഡൗൺലോഡിങ്ങിൻ്റെ എല്ലാം ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഓരോ വേർഷൻസിലും എന്തൊക്കെയാണ് ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇത് പഴയ വേർഷൻസ്, അതായത് തൊട്ട് മുമ്പുള്ള വേർഷനാണ്, അതായത് 26 ദിവസം മുമ്പുള്ള വേർഷനാണിത്. ഇതിപ്പോൾ ലേറ്റസ്റ്റ് വേർഷൻ എന്ന് പറയുന്നത് 13 ദിവസം മുമ്പ് റിലീസ് ചെയ്തതാണ്. അപ്പോൾ അത് ഫ്രീക്വൻ്റ് ആയിട്ട് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, അപ്പോൾ അതായത് 1-2 മാസം കൂടുമ്പോൾ എന്തെങ്കിലും ഫീച്ചേഴ്സ് പുതിയത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യാം. അതായത് ഇതിൽ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത പ്രാവശ്യം അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെൻ ഡ്രൈവ് ഫോർമാറ്റ് ആവേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്കിത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഇവിടെ കണ്ടില്ലേ വെൻറ്റോയ്, നമുക്ക് വിൻഡോസിൻ്റെ സിപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഇത് ലിനക്സിനുള്ളതാണ്. ഇപ്പോൾ നമുക്ക് വിൻഡോസിൻ്റെ സിപ്പ് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഞാനിത് ഓൾറെഡി ഈ സെയിം വേർഷൻ തന്നെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ചെയ്തോളും. അപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് നോക്കാം. ഇതാണ് നിങ്ങൾക്ക് ഒരു സിപ്പ് ഫയലാണ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടുക, വെൻറ്റോയ് എന്ന് പറഞ്ഞിട്ട്. ഇതാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത ഫയൽ. ഇത് എക്സ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഫോൾഡർ കിട്ടും. ഇത് ഓപ്പൺ ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു കുറച്ച് ഫോൾഡേഴ്സാണ് കിട്ടുക. ഇതാണ് ഇതിൻ്റെ സെറ്റപ്പ് ഫയൽ. അതായത് നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇതിപ്പോൾ എൻ്റെ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക്കാണ്. ഇപ്പോൾ ഇതിലെല്ലാം ഇൻസ്റ്റാൾ ചെയ്യുന്നത് നമുക്ക് പെൻ ഡ്രൈവിലേക്ക് എക്സ്റ്റേണൽ വേണമെന്നുണ്ടെങ്കിൽ എക്സ്റ്റേണലിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. പക്ഷേ ഇത് ഫോർമാറ്റ് ചെയ്യും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾക്ക് എക്സ്റ്റേണൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ പെൻ ഡ്രൈവിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പെൻ ഡ്രൈവ് കണക്ട് ചെയ്യാം.
ഞാൻ ഈ പെൻഡ്രൈവ് ഓൾറെഡി വെൻറ്റോയ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിപ്പോൾ പുതിയ നിങ്ങൾ ഈ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തിട്ടാണ് പെൻഡ്രൈവ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ഇവിടെ റിഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പുതിയതായിട്ട് വന്നിട്ടുള്ള പെൻഡ്രൈവ് എല്ലാം ഡിറ്റക്ട് ചെയ്യും നല്ലി. അപ്പോൾ ഇത് 2 GB ജസ്റ്റ് പെൻഡ്രൈവ് ആണ്. അതിൽ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പം നിങ്ങൾക്കിത് പുതുതായിട്ട് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ഇൻസ്റ്റാൾ കൊടുക്കാം. അപ്പോൾ ഫ്രഷ് ആയിട്ട് ഫോർമാറ്റ് ചെയ്ത് ഇൻസ്റ്റാൾ ആവും. അപ്ഡേറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ നമ്മുടെ വേർഷൻ 1.0.19 ആണ്. ഇൻസ്റ്റാൾ ചെയ്യുന്നതും സെയിം ആണ്. അതല്ല, നമ്മൾ ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത് പുതിയ വേർഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പെൻഡ്രൈവ് ഫോർമാറ്റിങ്ങോ അങ്ങനെയൊന്നും ആവശ്യം വരുന്നില്ല. അപ്പോൾ നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എന്താ സംഭവം കൂടി നോക്കാം. ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ പുതിയൊരു പെൻഡ്രൈവാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ പെൻഡ്രൈവ് ഫോർമാറ്റ് ചെയ്തിട്ട് 2 പാർട്ടീഷനാക്കും ആക്ച്വലി. ഓക്കെ, നമുക്കിത് ഫോർമാറ്റ് ചെയ്ത് നോക്കാം. പെൻഡ്രൈവ് ഫോർമാറ്റ് ചെയ്തിട്ട് ആ ഫോർമാറ്റ് ചെയ്ത പാർട്ടീഷൻ ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഡിവൈസ് മാനേജർ അതായത് ഡിസ്ക് മാനേജ്മെൻറ്റിൽ ഇതിൽ എന്താണ് സംഭവിക്കുന്നതും കൂടി ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പെൻഡ്രൈവ്. ഇപ്പോൾ 2 GB പെൻഡ്രൈവാണിത്. ഇത് നമ്മൾ ഡയറക്റ്റ് കണക്ട് ചെയ്തോടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിംഗിൾ പാർട്ടീഷൻ ഉണ്ടാവുള്ളൂ. ഈ സോഫ്റ്റ്വെയർ എന്താണെന്ന് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെ ഒരു 32 MB സെപ്പറേറ്റ് പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്യുക, ഒരു ഫാറ്റ് ഫയൽ പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെയാണ് ഇതിൻ്റെ നമുക്ക് ബൂട്ട് ചെയ്യാനുള്ള എല്ലാ ഫയൽസും അവിടേക്ക് കോപ്പി ചെയ്തിടും. എന്നിട്ട് അത് നമ്മുടെ വിൻഡോസിൽ ഡിറ്റക്റ്റ് ചെയ്യാത്ത രീതിയിലായിരിക്കും ഉണ്ടാവുക. അതായത് അതിൻ്റെ പാർട്ടീഷൻ മൗണ്ട് പോയിൻ്റ് ഡിസേബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ആ പെൻഡ്രൈവ് ഏതെങ്കിലും കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു പെൻഡ്രൈവ് കണക്ട് ചെയ്ത പോലെ തന്നെയാണ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ പെൻഡ്രൈവ് നമുക്ക് സാധാരണ ഡാറ്റ കോപ്പി ചെയ്യാനും അതിനൊക്കെ യൂസ് ചെയ്യുകയും ചെയ്യാം. ഫോർമാറ്റ് ചെയ്തിരുന്നാൽ മതി. അതായത് നിങ്ങൾ ആ ഒരു പാർട്ടീഷൻ ഫോർമാറ്റ് ചെയ്തല്ലോ, അതിപ്പോൾ നമ്മൾ ഇവിടെ കണ്ടിട്ടില്ല ഈ ഒരു പാർട്ടീഷൻ ഫോർമാറ്റ് ചെയ്താൽ തന്നെ അല്ലേ, വെൻറ്റോയ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പാർട്ടീഷനാണ് വന്നത്. ഈ ഒരു പാർട്ടീഷൻ ഫോർമാറ്റ് ചെയ്താലും ഈ പെൻഡ്രൈവ് ബൂട്ടബിൾ ആയിരിക്കും. നമുക്ക് അതിൽ തിരിച്ച് ISO ഫയൽ കോപ്പി ചെയ്തിട്ടാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ വേറൊരു പെൻഡ്രൈവിൽ, കാരണം ഇത് USB 2 പെൻഡ്രൈവാണ്, അപ്പോൾ ഞാൻ വേറൊരു പെൻഡ്രൈവിലേക്ക് ഇതെല്ലാം കോപ്പി ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ ബൂട്ട് ചെയ്യുന്നതും കൂടി ഞാൻ കാണിച്ചു തരാം. ഒരു ടൂളും കൂടി ഉണ്ട്. ആ ഒരു ISO നമുക്ക് ഇതിൽ കോപ്പി ചെയ്ത് വർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ISO ഫയൽ നമ്മുടെ പെൻഡ്രൈവിൽ അല്ലെങ്കിൽ കൂടിയും അന്ന് ബൂട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതും കൂടി ഞാൻ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് ഗ്രബ് ടു ഫയൽ മാനേജർ എന്നൊരു സോഫ്റ്റ്വെയർ ആണ്. അത് ISO ഫയലാണ്. അത് നമുക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ ബൂട്ട് ചെയ്യാം. ഈ വെൻറ്റോയ് അല്ലാതെ പെൻഡ്രൈവിലേക്ക് ഫ്ലാഷ് ചെയ്തിട്ട് അതിന് ബൂട്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഗ്രബ് ടു ഫയൽ മാനേജർ നമുക്ക് ഇതിലേക്ക് വെൻറ്റോയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്താ കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പെൻഡ്രൈവിൽ തന്നെ ഈ പെൻഡ്രൈവിലുള്ളതും ബൂട്ട് ചെയ്യാം. അതല്ല മറ്റുള്ള പെൻഡ്രൈവിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും ബൂട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് സെർച്ച് ചെയ്യാനായിട്ട് ഗ്രബ് ടു ഫയൽ മാനേജർ. ഓക്കെ, ഇതിൻ്റെയും ഡയറക്റ്റ് ലിങ്ക് ഞാൻ താഴെ ഇടാം. ഇത് ഓപ്പൺ ചെയ്യാം. ഇത് ഇവരുടെ ഗിറ്റ്ഹബാണ്. നമുക്കിവിടെ ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ലേറ്റസ്റ്റ് റിലീസിലേക്ക് പോകും. ഇവരുടെ ഈ ലേറ്റസ്റ്റ് ഈ ISO ഫയൽ ഡൗൺലോഡ് ചെയ്യാം. 23 MB ആണ് സൈസ് വരുന്നത്. എന്നിട്ട് ആ ഒരു ISOയും കൂടി നമ്മുടെ പെൻഡ്രൈവിലേക്ക് കോപ്പി ചെയ്തിടാം. എന്നിട്ട് ഞാൻ ബൂട്ട് ചെയ്ത് കാണിച്ചു തരാം. എങ്ങനെയാണ് ബൂട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ റീസ്റ്റാർട്ട് ചെയ്ത് ബൂട്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ബൂട്ട് മെനു എടുത്തിട്ടുണ്ട്. USB ഹാർഡ് ഡ്രൈവ്, ഇതാണ് നമ്മുടെ UEFI നമ്മൾ മൾട്ടിബൂട്ടബിൾ ആക്കിയ പെൻഡ്രൈവാണിത്. അതുപോലെ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ MBR മോഡിൽ നിന്നും ബൂട്ട് ചെയ്യാൻ പറ്റും. UEFI മോഡിലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് UEFIയിൽ ആദ്യം ബൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ബൂട്ട് സ്ക്രീൻ വരുന്നത്. നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹിഡൻ ബൂട്ടാണ്. നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തീർക്കാനായിട്ടുള്ള ലൈവ് CD ആണ്. ഇത് നമ്മുടെ ഉബുണ്ടുവിൻ്റെ ലേറ്റസ്റ്റ് വേർഷനാണ്. ഇത് Windows 7 ആണ്. Windows 10 ആയാലും വർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് ഇനി ഇതെന്ന് പറയുന്നത് ഗ്രബ് ഫയൽ മാനേജർ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് നമുക്ക് വേറൊരു ലൊക്കേഷനിലാണ് നമ്മുടെ ISO എങ്കിൽ കൂടി നമുക്ക് ബൂട്ട് ചെയ്യാനുള്ളതാണ്. നമുക്ക് സെർച്ച് ചെയ്ത് ബൂട്ട് ചെയ്യാൻ പറ്റും ഈ ഒരു ISO ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ആദ്യം അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് വരിക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ബൂട്ട് ചെയ്യാം. കണ്ടില്ലേ, ഇപ്പോൾ ഇതിൽ ഞാൻ കണക്ട് ചെയ്തിട്ടുള്ള എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ഇതെന്ന് പറയുന്നത് നമ്മുടെ പെൻഡ്രൈവ്, അതായത് പെൻഡ്രൈവിലാണ്. ഇതെന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ആണ്. മൂന്നാമത്തെ HDD 2 എന്ന് പറയുന്നത് നമ്മുടെ ഇൻറ്റേർണൽ ഹാർഡ് ഡിസ്ക് ആണ്.
അപ്പോൾ ഇതിൽ നമുക്ക് ഏത് ഡ്രൈവിൽ ISO ഉണ്ടെങ്കിലും നമുക്ക് അതിൽ നിന്ന് നമുക്ക് ബൂട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ എൻ്റെ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിൽ കുറച്ച് ISO കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ബൂട്ട് ചെയ്ത് കാണിച്ചു തരാം. അതല്ല, ഇതിപ്പോൾ ഞാൻ പെൻഡ്രൈവിൽ നിന്ന് ബൂട്ട് ചെയ്തിട്ട് എൻ്റെ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിലുള്ള ഇമേജാണ് ISO ഫയലുകളാണ് കാണിക്കുന്നത്. അതായത് ഓരോ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ. അപ്പോൾ ഇതിൽ വിൻഡോസ് 10 ഉണ്ട്. നമുക്കിതിന്ന് ബൂട്ട് ചെയ്ത് നോക്കാം വിൻഡോസ് 10ലേക്ക് ബൂട്ട് ആകുമെന്നുള്ളത്. ഓക്കെ, ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ISO മാപ്പിൽ ബൂട്ട് ചെയ്യാം. അതെങ്കിൽ ഡയറക്റ്റ് ഇവിടെ നിന്ന് വിൻഡോസിൽ നിന്ന് ഇൻസ്റ്റാളേഷൻ കൊടുക്കാം. നമ്മുടെ ഇൻസ്റ്റാളേഷൻ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മൾ സാധാരണ പെൻഡ്രൈവിൽ നിന്ന് ബൂട്ട് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ വിൻഡോസ് പെൻഡ്രൈവ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ യൂസ് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഗ്രെബ് ടു ഫയൽ മാനേജർ അല്ലാതെ ഡയറക്റ്റ് പെൻഡ്രൈവിൽ നിന്ന് നമുക്ക് വെൻറ്റോയിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ബൂട്ട് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ബൂട്ടബിൾ ആവുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും പെൻഡ്രൈവിലേക്ക് ബൂട്ട് ചെയ്യാം. ഇനി നമുക്ക് ഉബുണ്ടു ഒന്ന് ബൂട്ട് ചെയ്ത് നോക്കാം. ലിനക്സ് ബൂട്ട് ചെയ്ത് നോക്കാം. ഇത് നമുക്ക് ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യാനുള്ള വിൻഡോ ആണ്. നമുക്ക് വേണമെങ്കിൽ ട്രൈ ഉബുണ്ടു കൊടുക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം. സാധാരണ പോലെ തന്നെ വേറെ എറേഴ്സ് ഒന്നുമില്ല, ഓൾറെഡി ചെക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് വെൻറ്റോയ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൻ്റെ ഉള്ള ഗുണവും. അതുപോലെ അതിലേക്ക് നമുക്ക് ഗ്രെബ് ടു ഫയൽ മാനേജർ കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ടാവും എന്നുള്ളതും കൂടിയാണ് നമ്മളിതിൽ കണ്ടത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ലൈക്ക് ചെയ്യാം. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടി തീർച്ചയായും വീഡിയോ നമുക്ക് ഷെയർ ചെയ്യാം. എൻ്റെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ടിപ്സ് അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ട്യൂട്ടോറിയൽസും ഫ്യൂച്ചറിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.